ഇന്ന് തമിഴ്നാട് സ്റ്റൈലിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ബിരിയാണി ചിക്കനും കൂടെ ഇട്ടിട്ട് വെക്കുന്നതാണ്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കുറച്ചധികം തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ഒരു 50 ഗ്രാം എല്ലാം ഒഴിക്കണം കേട്ടോ സൺഫ്ലവർ ഓയിൽ. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ 2 ഉള്ളിയാണ് കട്ട് ചെയ്തിട്ടിടുന്നത്. എന്നിട്ട് അത് നല്ല പോലെ വഴറ്റിയിട്ട് അതിങ്ങനെ മൊരിഞ്ഞ് വരണം കേട്ടോ. അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ വാടി കിട്ടാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു പിടി മല്ലിയിലയും അതേപോലെ തന്നെ ഒരു പിടി പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ പറയുന്ന അളവിൽ തന്നെ നിങ്ങളിത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഉള്ളി അത്യാവശ്യം നല്ല വലിയ ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. പിന്നെ അതേ എണ്ണയിലേക്ക് നമുക്ക് 2 സ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയല്ല, ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ വഴറ്റാം. ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടീൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് ഇങ്ങനെ വാടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 തക്കാളി കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊരു മീഡിയം സൈസുള്ള തക്കാളിയാണ്, ഒരുപാട് വലുതല്ല എന്നാൽ നല്ല ചെറുതല്ല കേട്ടോ. തക്കാളിയും കൂടെ ചേർത്ത് നല്ല പോലെ വഴറ്റിയിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം. പക്ഷേ തക്കാളിക്ക് മുമ്പായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണമായിരുന്നു കേട്ടോ. അത് മറന്നു പോയതുകൊണ്ടാണ് ഞാൻ തക്കാളിക്ക് ശേഷം ചേർക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നല്ല പോലെ വാട്ടിയിട്ട് നമുക്കതിങ്ങനെ ഉടച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചതാണ്. ഇത് നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ വഴറ്റിയ ശേഷം നമുക്കിത് തക്കാളിയൊക്കെ ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ ഉടച്ച് കിട്ടണം കേട്ടോ. അതിലേക്ക് 2 സ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി തക്കാളിയൊക്കെ ശരിക്ക് അടിഞ്ഞിങ്ങനെ പേസ്റ്റ് പോലെ ആയ ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്കിതൊരു 60% കുക്ക് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 60% കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അരി നിങ്ങൾക്ക് എത്ര വേണേലും എടുക്കാം. ഞാനൊരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇത് ബസ്മതി റൈസാണ്. ഇതൊരു അരമണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ആട്ടോ. കഴുകിയിട്ട് അത് ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ബസ്മതി റൈസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളയ്ക്കണം, തുറന്ന് വെച്ചിട്ട് തന്നെ തിളയ്ക്കണം കേട്ടോ. എന്നിട്ട് അത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലി പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം, ഫ്രഷ് ആയിട്ടുള്ളത്. പിന്നെ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നല്ല പോലെ തിള വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു ബസ്മതി റൈസ് വേവുന്ന ഒരു സമയം ഒരു 10-20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ബിരിയാണി പോട്ടിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് റൈസും വെന്തിട്ടുണ്ടായിരുന്നു, ചിക്കനും വെന്തിട്ടുണ്ടായിരുന്നു, എല്ലാം അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. ആ ചിക്കൻ്റെ ഫ്ലേവറും കൂടെ റൈസിലേക്കൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. റൈസ് മാത്രം കഴിക്കാൻ തന്നെ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.